Dear students, welcome to Learner's World. In this video, I'm going to talk about Post-Structuralism, Foundations of Literary Theory, FAUGP, Semester 5, English Language and Literature, Calcutta University. Post-Structuralism is an important literary and philosophical theory that emerged in France during the late 1960s, especially after the 1968 student protest in Paris. പോസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് ഒരു പ്രതികരണ രൂപം കൊണ്ട ഒരു സിദ്ധാന്തമാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇതൊരു സാഹിത്യത്തിലും തത്വചിന്തയിലൊക്കെ വളരെ സ്വാധീനമുള്ള സിദ്ധാന്തമാണ്. 1960കളുടെ അവസാനത്തിൽ ഫ്രാൻസിൽ, പ്രത്യേകിച്ച് 1968 പാരീസ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം രൂപം കൊണ്ട ഒരു സിദ്ധാന്തമാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം. This protest challenged traditional authority, fixed beliefs, and social institutions. Post-structuralism developed as a reaction against structuralism. അപ്പോൾ ഈ ഒരു പ്രക്ഷോഭം അവിടുത്തെ അതോറിറ്റിനെ, അധികാരത്തെയും പരമ്പരാഗത വിശ്വാസങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തു. While structuralism believed that language follows fixed structures and produces stable meanings, post-structuralists argued that meaning is never fixed. സ്ട്രക്ചറലിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. സ്ട്രക്ചറലിസം ഫോളോ ചെയ്തിരുന്നത്, അതായത് അവർ വിശ്വസിച്ചിരുന്നത് ലാംഗ്വേജ്, ഭാഷയ്ക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്റ്റേബിളായിട്ടുള്ള മീനിങ് ഉണ്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അർത്ഥമുണ്ട് ഓരോ ഭാഷക്കും എന്നുള്ളതായിരുന്നു. പോസ്റ്റ് സ്ട്രക്ചറലിസം അതിനെ എതിർത്തുകൊണ്ട് അവർ പറയുന്നത് ഒരിക്കലും മീനിങ് ഈസ് നെവർ ഫിക്സ്ഡ്, ഒരിക്കലും അർത്ഥം ഫിക്സ്ഡ് അല്ല, സ്ഥിരമല്ല എന്നാണ് പറയുന്നത്. അതായത് അർത്ഥം ഒരിക്കലും സ്ഥിരമല്ല എന്ന് വാദിച്ചു പോസ്റ്റ് സ്ട്രക്ചറലിസം. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ലാംഗ്വേജ്, കൾച്ചർ, ഹിസ്റ്ററി, പവർ, കോണ്ടെക്സ്റ്റ് ആൻഡ് ദ റീഡേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഈ മീനിങ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേ മാറ്റം സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അതായത് ഭാഷ, സംസ്കാരം, ചരിത്രം, സാഹചര്യങ്ങൾ, വായനക്കാരൻ്റെ കാഴ്ചപ്പാട് എന്നിവയൊക്കെ ആശ്രയിച്ച് മീനിങ്, ഒരു ലാംഗ്വേജിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും എന്നാണ് അവർ പറയുന്നത്. Therefore, every text can have many meanings rather than one final meaning. അതുകൊണ്ട് തന്നെ ഒരു സാഹിത്യകൃതിക്ക് ഒരു സ്ഥിരമായ അർത്ഥമില്ല, നിരവധി അർത്ഥങ്ങളാണ് ഉണ്ടാക്കുന്നത്. വായനക്കാരൻ്റെ പെർസ്പെക്റ്റീവ്സ്, ആശയങ്ങൾക്കനുസരിച്ച് അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കൾച്ചർ സ്വാധീനിക്കുന്നുണ്ട്, ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ്, സിറ്റുവേഷൻ ഒക്കെ അതിനനുസരിച്ച് ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്. ഇനി പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറലിസം, അതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. പോസ്റ്റ് സ്ട്രക്ചറലിസം റിജക്ട്സ് ദ ഐഡിയ ഓഫ് അബ്സല്യൂട്ട് ട്രൂത്ത് ആൻഡ് സ്റ്റേബിൾ മീനിങ്. അതായത് ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം റിജക്റ്റ് ചെയ്യുന്നത്, നിരസിക്കുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള അബ്സല്യൂട്ട് ട്രൂത്ത്, സ്ഥിരമായിട്ടുള്ള ഒരു സത്യം, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ മീനിങ്, ഒരു ഫിക്സഡ് മീനിങ് ഉണ്ട് എന്നുള്ളതിനെ നിരസിക്കുന്നുണ്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം. അവർ പറയുന്നത് ഒരു ഫിക്സഡ് മീനിങ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ലിറ്റററി ടെക്സ്റ്റിന് ഫിക്സഡ് മീനിങ് ഇല്ല, അത് കൾച്ചർ, കോണ്ടെക്സ്റ്റ്, റീഡറുടെ പെർസ്പെക്റ്റീവ് ഇതിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ബിലീവ്സ് ദാറ്റ് ലാംഗ്വേജ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് വേർഡ്സ് ഗെയിൻ മീനിങ് ഓൺലി ത്രൂ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് അതർ വേർഡ്സ്. പോസ്റ്റ് സ്ട്രക്ചറലിസം അവർ വിശ്വസിക്കുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്, ഭാഷ സ്ഥിരമല്ല. അതുപോലെ വേർഡ്സിന് മീനിങ് കിട്ടുന്നത്, വാക്കുകൾക്ക് മീനിങ്, അർത്ഥം കിട്ടുന്നത് മറ്റുള്ള വാക്കുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ്, അവ തമ്മിലുള്ള ഒരു ഡിഫറൻസിലൂടെ, വ്യത്യാസങ്ങളിലൂടെയാണ് അർത്ഥം കിട്ടുന്നത് എന്നുള്ളതായിരുന്നു പോസ്റ്റ് സ്ട്രക്ചറലിസം ബിലീവ് ചെയ്തിരുന്നത്. മീനിങ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ക്യാൻ നെവർ ബി കംപ്ലീറ്റ്ലി ഫിക്സഡ്. മീനിങ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, അതൊരിക്കലും ഫിക്സഡ് അല്ല. അതായത് വായനക്കാരുടെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ച് മീനിങ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ലാംഗ്വേജിൻ്റെ ഡിഫറൻസിൽ കൾച്ചർ, സംസ്കാരം, അതുപോലെ കോണ്ടെക്സ്റ്റ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദ തിയറി ഓൾസോ റിജക്ട്സ് ദ ബിലീഫ് ദാറ്റ് ദ ഓതർ കൺട്രോൾസ് ദ മീനിങ് ഓഫ് എ ടെക്സ്റ്റ്. അതോടൊപ്പം തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അവർ റിജക്റ്റ് ചെയ്തിരുന്ന ഒരു വിശ്വാസം, അവർ നിരസിച്ചിരുന്ന ഒരു വിശ്വാസമാണ് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഓതറാണ്, അതിൻ്റെ എഴുത്തുകാരനാണ്. അതിനെ നിരസിച്ച ഒരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻസ്റ്റഡ് റീഡേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് മീനിങ്. അതിന് പകരമായിട്ട് റീഡേഴ്സിനാണ്
ഈ ഒരു ലിറ്റററി ടെക്സ്റ്റിന് അർത്ഥം കൈവരാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് റീഡേഴ്സാണെന്ന് പറയുന്നുണ്ട്. അതായത് റീഡറുടെ പേഴ്സ്പെക്റ്റീവ്സിലൂടെയാണ് ഒരു ലിറ്റററി ടെക്സ്റ്റിന് മീനിങ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ റീഡറുടെ കൾച്ചർ സ്വാധീനിക്കുന്നുണ്ട്, ഭാഷ ലാംഗ്വേജ് സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ കോണ്ടെക്സ്റ്റ് സിറ്റുവേഷൻ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. In questions, traditional ideas challenges authority and encourages multiple interpretations of literary works. ഇത് ട്രഡീഷണൽ ഐഡിയാസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, അതായത് പരമ്പരാഗത വിശ്വാസങ്ങളെയും അധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഫ്രീഡം എന്ന വാക്കിന് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ലീവ് ഉണ്ടല്ലോ, ഒരു വെക്കേഷൻ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫ്രീഡമാണ്. പക്ഷേ ഈ ഫ്രീഡം എന്ന ഒരു രാജ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ഫ്രീഡം എന്ന രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് സ്വാതന്ത്ര്യമാണ്. അതിനാൽ അർത്ഥം സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓരോ കാര്യത്തിനും. നെക്സ്റ്റ്, മേജർ തിങ്കേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. അതായത് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ പ്രധാന ചിന്തകരും അവരുടെ ആശയങ്ങളാണ് പറയുന്നത്. അതിൽ വരുന്നതാണ് ജാക്സ് ഡെറിഡ. ജാക്സ് ഡെറിഡ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിങ്കർ. He introduced deconstruction, a method of reading that reveals contradictions and hidden meanings within a text. According to Derrida, text do not have one fixed meaning because language itself is unstable. ജാക്സ് ഡെറിഡ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ്. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജാക്സ് ഡെറിഡയാണ്. അതായത് ഒരു സാഹിത്യകൃതിയിലെ മറഞ്ഞിരിക്കുന്ന കോൺട്രാഡിക്ഷൻസിനെ, അതായത് വൈരുദ്ധ്യങ്ങളെ ഒന്നിലധികം അർത്ഥങ്ങൾ കണ്ടെത്തുന്ന വായനാരീതിയാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കോൺട്രാഡിക്ഷൻസിന് ഹിഡൻ മീനിങ്സ് ഒരു ടെക്സ്റ്റിനുള്ളിൽ കണ്ടെത്തുന്ന രീതിയാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഡെറിഡനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള മീനിങ് ഇല്ല. അതുപോലെ തന്നെയാണ് ഭാഷയും അൺസ്റ്റേബിൾ ആണ് എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കഥാപാത്രം ഒരേ സമയം നല്ലവനും മോശവനുമായിട്ട് നമുക്ക് തോന്നാം. അതിനാൽ അവന് ഒരൊറ്റ രീതിയിൽ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. അതായത് ഒരു ലിറ്റററി ടെക്സ്റ്റിലിൻ്റെ മീനിങ് ഒരിക്കലും ഫിക്സഡ് അല്ല എന്നാണ് പറയുന്നത്. He criticized binary oppositions such as speech or writing, presence or absence, good or evil, and male or female. അതുപോലെ അദ്ദേഹം ബൈനറി ഒപ്പോസിഷൻസിനെ, അതായത് ഈ വൈരുദ്ധ്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. നന്മ, തിന്മ, പുരുഷൻ, സ്ത്രീ, അതുപോലെ സംസാരം, എഴുത്ത്, വിജയം, പരാജയം തുടങ്ങിയിട്ടുള്ള ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. Traditionally, one term is considered superior to the other. Derrida argued that these oppositions depend on each other and can be reversed. അപ്പോൾ ഡെറിഡയുടെ അഭിപ്രായത്തിൽ ഈ ഒപ്പോസിഷൻസ് ഉണ്ടല്ലോ, ഇതൊന്നും മറ്റൊന്നിനേക്കാൾ ഉയർന്നതല്ല, സുപ്പീരിയർ അല്ല, ഒരു ടേമും മറ്റൊരു ടേമിനേക്കാൾ സുപ്പീരിയർ അല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, സ്പീച്ച് റൈറ്റിംഗ്, ആബ്സെൻസ് ഓർ പ്രസൻസ് എന്ന് പറയുന്നത്, ഈ രണ്ട് പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിജയം എന്ന ആ ഒരു ആശയം മനസ്സിലാക്കണമെങ്കിൽ പരാജയം എന്താണെന്ന് അറിയണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, he introduced the concept of difference, which combines the idea of difference and different. അപ്പോൾ ഡെറിഡയുടെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ഈ രണ്ട് ആശയങ്ങൾ ചേർന്നതാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ഡിഫറൽ എന്ന് പറഞ്ഞാൽ അർത്ഥം നീട്ടിവെക്കൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ്. മീനിങ് ഈസ് പ്രൊഡ്യൂസ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ വേർഡ്സ് ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് പോസ്റ്റ്പോൺ ആൻഡ് നെവർ കംപ്ലീറ്റ്ലി പ്രസൻറ്റ്. അതായത് ഒരു വാക്കിൻ്റെ അർത്ഥം മറ്റൊരു വാക്കിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതിനാൽ അന്തിമ അർത്ഥം ഒരിക്കലും ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അവരെ മീനിങ് ലീഡ്സ് ടു അനദർ മീനിങ് ക്രിയേറ്റിംഗ് ആൻ എൻഡ്ലെസ് ചെയിൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഓരോ മീനിങ്ങും
മറ്റൊരു മീനിങ്ങിലേക്കാണ് അത് നയിക്കുന്നത്. അതായത് ഇവിടെ നമ്മളൊരു ഉദാഹരണമാണ്, അതായത് ഓരോ മീനിങ്ങും മറ്റൊരു മീനിങ്ങിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അതായത് വിജയം എന്നതിന് നല്ല മാർക്ക് കിട്ടി, അതൊരു വിജയമാണ്. അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, അതൊരു സക്സസ് ആണ്. അല്ലെങ്കിൽ സമ്പത്ത്, സന്തോഷം എന്നിവയിൽ ഏതും വിജയം എന്നുള്ളതിന് അർത്ഥമാക്കാം എന്നാണ് പറയുന്നത്. ഒരു മീനിങ് മറ്റൊരു മീനിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് എക്രിഷർ, ദാറ്റ് ഈസ് റൈറ്റിംഗ്. വേറൊരു കോൺസെപ്റ്റാണ് എക്രീഷർ എന്ന് പറയുന്നത്. ഡെറിഡ റിജക്റ്റഡ് ദ ട്രഡീഷണൽ ബിലീഫ് ദാറ്റ് സ്പീച്ച് ഇസ് സുപ്പീരിയർ ടു റൈറ്റിംഗ്. ഹി ആർഗ്യൂഡ് ദാറ്റ് റൈറ്റിംഗ് എക്സ്പോസസ് ദ ഗ്യാപ്സ് ആൻഡ് അൺസർട്ടനിറ്റി ഓൾറെഡി പ്രസൻറ്റഡ് ഇൻ ലാംഗ്വേജ്. അപ്പോൾ എക്രീച്ചർ എന്ന് പറയുന്നത് പാശ്ചാത്യ ചിന്തയിൽ സംസാരത്തിന് എഴുത്തിനേക്കാൾ പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഡെറിഡ ഇതിനെ എതിർത്തു. എഴുത്തും സംസാരവും ഒരുപോലെ പ്രധാനമാണെന്നും രണ്ടിലും അർത്ഥം സ്ഥിരമല്ലെന്നും ഫിക്സഡ് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി അടുത്തത് അപ്പോറിയാണ്. Derrida also explained aporia, a moment in text where contradictions make it impossible to reach one clear interpretation. Such contradictions show that texts are open to many meanings. അതായത് ഒരു കൃതിയിലെ കോൺട്രാഡിക്ഷൻസ്, പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ വ്യക്തമായിട്ടുള്ള അർത്ഥത്തിലെത്താൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോറിയ എന്ന് പറയുന്നത്. അപ്പോറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, പണം പ്രധാനമല്ല, അതുപോലെ പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം ചെയ്യണം, രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വായനക്കാരനൊരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മിഷേൽ ഫുക്കോ. മിഷേൽ ഫുക്കോ ഡെവലപ്ഡ് ദ തിയറി ഓഫ് ഡിസ്കോഴ്സ്, പവർ ആൻഡ് നോളജ്. ഫുക്കോയുടെ ഒരു പ്രധാന ആശയമാണ് ഡിസ്കോഴ്സ്, പവർ, നോളജ് എന്ന് പറയുന്നത്. He argued that knowledge is not completely objective but is shaped by power. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നോളജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് അല്ല, അത് ഷേപ്പ് ചെയ്യുന്നത് പവർ, അധികാരമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, പ്രിസൺസ്, ഗവൺമെൻറ്റ്സ് ആൻഡ് ദ മീഡിയ ഡിസൈഡ് വാട്ട് ഈസ് ആക്സെപ്റ്റഡ് ആസ് ട്രൂത്ത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള സമൂഹത്തിലെ സ്കൂള്, ഹോസ്പിറ്റല്, ജയില്, ഗവൺമെൻറ്, മീഡിയ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്താണ് സത്യമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നോളജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് അല്ല, അതിനെ ഷേപ്പ് ചെയ്യുന്നത് പവറാണ്, അധികാരമാണെന്നാണ് പറയുന്നത്. Foucault introduced the idea of the medical gaze, where doctors gain authority by treating patients as objects of scientific observation rather than simply listening to their experiences. Then ഫൂക്കോൻ്റെ വേറൊരു ഐഡിയ ആണ് മെഡിക്കൽ ഗേസ് എന്ന് പറയുന്നത്. അതായത് ഡോക്ടർമാർ രോഗിയുടെ അനുഭവങ്ങൾ മാത്രം കേൾക്കാതെ ശാസ്ത്രീയ പരിശോധനകളിലൂടെ രോഗനിർണയം നടത്തുന്നു. ഇതിലൂടെ ഡോക്ടർക്ക് അധികാരവും രോഗി നിരീക്ഷണത്തിൻ്റെ വസ്തുവായിട്ട് മാറുന്നുണ്ട്. He also explained the panopticon, a prison model in which prisoners believe they are always being watched. This idea shows how modern society controls people through surveillance, discipline and self-regulation. അടുത്തൊരു ആശയമാണ് പനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത്. പാനോപ്റ്റിക്കോൺ എപ്പോഴും ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കുന്ന ജയിലിൻ്റെ ഒരു മാതൃകയാണ് പാനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ ഒരു CCTV ക്യാമറ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആരും നോക്കുന്നില്ലെങ്കിലും അവർ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് പാനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത്. Another important concept is biopower, which refers to the way governments and institutions regulate people's bodies, health, behavior and everyday life through rules and social expectations. ബയോപവർ എന്ന് പറയുന്നത് വേറൊരു ആശയമാണ്. ഇത് ഗവൺമെൻറ്റും അതുപോലെ സാമൂഹിക സ്ഥാപനങ്ങളും മനുഷ്യരുടെ ശരീരം, ആരോഗ്യം, പെരുമാറ്റം, ദൈനംദിന ജീവിതം എന്നിവ നിയന്ത്രിക്കുന്ന രീതിയാണ് ഈ ബയോപവർ എന്ന് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കോവിഡ് സമയത്തൊക്കെ മാസ്ക് നിർബന്ധമാക്കിയല്ലോ, അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്.
ഇങ്ങനെ ആളുകൾ സ്വയം നിയന്ത്രിതരാകുന്ന അതിനെയാണ് ബയോ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റോളാൻഡ് Bass shifted attention from the author to the reader. In The Death of the Author, he argued that the author's intention does not determine meaning. Instead, readers create different meanings depending on their own experience and cultural background. അപ്പോൾ റോളൻ ബാത്തസ് തൻ്റെ വർക്കായിട്ടുള്ള ദ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന ലേഖനത്തിൽ പറയുന്നത് ഒരു കൃതിയുടെ അർത്ഥം എഴുത്തുകാരൻ തീരുമാനിക്കുന്നതല്ല, വായനക്കാരനാണ് മീനിങ് സൃഷ്ടിക്കുന്നത്. വായനക്കാരൻ്റെ എക്സ്പീരിയൻസ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ എഴുത്തുകാരനല്ല എന്ന് പറയുന്നുണ്ട്. Jacques Lacan combined psychoanalysis with language. He argued that the unconscious is structured like a language. Human identity is not fixed but fragmented and shaped through language and symbols. ജാക്സ് ലക്കാന് സൈക്കോ അനാലിസിസിനെയും അതുപോലെ ഭാഷ, ലാംഗ്വേജിനെയും കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെ, അതായത് അൺകോൺഷ്യസ് മൈൻഡ് ലാംഗ്വേജിനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് ഷേപ്പ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയും സിമ്പിൾസിലൂടെയാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ജൂലിയ ക്രിസ്റ്റോവ introduced the concept of intertextuality. She argued that every literary text is connected to other text. A text becomes meaningful because it contains ideas, influences and references from earlier writings. ജൂലിയ ക്രിസ്റ്റേവ അവർ അവതരിപ്പിച്ച ആശയമാണ് ഇൻ്റർടെക്സ്ച്വാലിറ്റി. ഒരു സാഹിത്യകൃതിയും പൂർണ്ണമായിട്ടും മറ്റൊരു ലിറ്റററി ടെക്സ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓരോ കൃതിയും മറ്റു കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് അതിനർത്ഥം വരുന്നത് അതിൽ ആശയങ്ങളും മറ്റുള്ള കൃതിയുമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനവും, റെഫറൻസസ്, അതായത് ഏർലിയർ റൈറ്റിങ്സ്, മുന്നേ എഴുതിയിട്ടുള്ള കൃതികളുമായിട്ടുള്ള അതിൽ നിന്നെടുത്ത റെഫറൻസസും ഒക്കെ കൂടിയിട്ടാണ് ഒരു ടെക്സ്റ്റിന് അർത്ഥം കൈവരുന്നത് എന്നാണ് ജൂലിയ ക്രിസ്റ്റോവ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റ് മറ്റൊരു ടെക്സ്റ്റുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മഹാഭാരതത്തേക്ക് അടിസ്ഥാനമാക്കി എഴുതുന്ന ഒരു പുതിയ നോവൽ ഒക്കെ നമുക്കിതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. അടുത്തത് ഹെലൻ സിക്സസ് ആൻഡ് ലൂസി റിഗറി. ദിസ് ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് എ ക്രീച്ചർ ഫെമിനിൻ women's writing. They encouraged women to express their own experience through writing and challenged male-centered language and literary traditions. അപ്പോൾ ഹെലൻ സിക്സസ് അതുപോലെ ലൂസി ഇരിഗറി ഇവർ രണ്ടുപേരും എ ക്രീച്ചർ ഫെമിനിൻ എന്ന സ്ത്രീകളുടെ എഴുത്ത് അവർ അവതരിപ്പിച്ചു. സ്ത്രീകൾ സ്വന്തം അനുഭവങ്ങൾ സ്വതന്ത്രമായിട്ട് എഴുതണമെന്നും പുരുഷ കേന്ദ്രീകൃത ഭാഷയെ ചോദ്യം ചെയ്യണമെന്നും, അതായത് മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ലാംഗ്വേജിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നെക്സ്റ്റ് ജീൻ ബോഡ്രിലാർഡാണ്. He introduced the ideas of simulation and hyper-reality. He argued that in modern society, images and media often replace reality. People experience copies or simulations rather than reality itself. അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങളാണ് സിമുലേഷൻ, ഹൈപ്പർ റിയാലിറ്റി. ഇന്നത്തെ സമൂഹത്തിൽ യാഥാർത്ഥ്യത്തേക്കാൾ നമ്മുടെ മീഡിയാസിലെ ചിത്രങ്ങളും പരസ്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ റിയാലിറ്റീനേക്കാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ജീവിതം നമ്മളെ റിയൽ ലൈഫിനേക്കാൾ പൂർണ്ണമായതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്നൊക്കെ നമ്മൾ തോന്നും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൈപ്പർ റിയാലിറ്റി. ഡീകൺസ്ട്രക്ഷൻ ഈസ് ഡെറിഡാസ് മെത്തഡ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ലിറ്റററി ക്രിറ്റിസത്തിലെ ഒരു ഡെറിഡയുടെ ഒരു മെത്തേഡ് ആണ് ഡീകൺസ്ട്രക്ഷൻ. ഇറ്റ് ഷോസ് ദാറ്റ് ലാംഗ്വേജ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ദാറ്റ് എവർ ടെക്സ്റ്റ് കണ്ടെയ്ൻ കോൺട്രഡിക്ഷൻസ്, ആംബിഗ്യൂസ് ആൻഡ് ഹിഡൻ അസംഷൻസ്. Instead of searching for one correct meaning, deconstruct explore multiple meanings. It questions binary oppositions, reveals gaps in language, and proves that interpretation is always open and incomplete. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡെറിഡയുടെ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒരു മെത്തേഡാണ്.
ഇതിൽ അവർ പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ല. അതുപോലെ ഒരു ലിറ്റററി ടെക്സ്റ്റിൽ കോൺട്രാഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങളുണ്ടാകും, ആംബിഗ്വിറ്റീസ് ഉണ്ടാകും, ഹിഡൻ അസംഷൻസ്, മറിഞ്ഞിരിക്കുന്ന മീനിങ് ഒക്കെ ഉണ്ടാകും. ഒരു കറക്റ്റ് മീനിങ് നമ്മൾ കണ്ടെത്തുന്നതിന് പകരമായിട്ട് മൾട്ടിപ്പിൾ മീനിങ്സാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഓരോ റീഡറുടെ മീനിങ്ങും ഡിഫറെൻ്റ് ആണ്. അവരുടെ സാഹചര്യം, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലാംഗ്വേജ്, കൾച്ചർ, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മീനിങ് എന്ന് പറയുന്നത്. മീനിങ് ഒരിക്കലും ഫിക്സഡ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു സാഹിത്യകൃതിക്ക് ഒരേ ഒരു അർത്ഥമില്ലെന്ന് തെളിയിക്കുന്ന വായനാരീതിയാണത്. കൃതിയിലെ വൈരുദ്ധ്യങ്ങൾ, മറിഞ്ഞിരിക്കുന്ന ആശയങ്ങൾ, പലതരത്തിലുള്ള അർത്ഥങ്ങൾ എന്നിവയൊക്കെ കണ്ടെത്തലാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. Deconstructing William Blake's The Tiger. Derrida's method can be applied to William Blake's poem The Tiger. ഡെറിഡയുടെ ഈ ഒരു മെത്തേഡ്, ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വില്യം ബ്ലേക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോമാണ് ദ ടൈഗർ. അതിൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇനി പറയുന്നത്. അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വായന വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The poem presents oppositions such as innocence or experience, beauty or terror, and good or evil. അപ്പോൾ നമുക്ക് ഈ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ നമുക്ക് ഒപ്പോസിഷൻസ് നമുക്ക് കാണാൻ കഴിയും. വൈരുദ്ധ്യങ്ങൾ, അതായത് നന്മ, തിന്മ, നിഷ്കളങ്കത, അനുഭവം, സൗന്ദര്യം, ഭയം തുടങ്ങിയിട്ടുള്ള കോൺട്രാഡിക്ഷൻ, ഗുഡ് ഓർ ഈവിൾ, ബ്യൂട്ടി ഓർ ടെറർ, ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. However, close reading shows that these oppositions are unstable. The tiger is both frightening and beautiful. നമ്മളെ ഒരു ക്ലോസ് റീഡിങ്, ഒരു തുറന്ന വായന നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഈ ഒപ്പോസിഷൻസ് അൺസ്റ്റേബിൾ ആണ്, ഒന്നും ഫിക്സഡ് അല്ല. അതായത് ടൈഗർ എന്ന് പറയുന്നത് ഒരേ സമയം ഫ്രൈറ്റനിങ്ങും ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ഒരേ സമയം കടുവ എന്ന് പറയുന്നത് ഒരേ സമയം ഭയാനകവുമാണ്, മനോഹരവുമാണ്. The creator appears both kind and terrifying. The poem ends without clear answers, showing aporia and proving that meaning remains uncertain. ഇതിൽ ക്രിയേച്ചർ, സൃഷ്ടാവ് എന്ന് പറയുന്നത് കരുണയുള്ളവനും ഭയപ്പെടുത്തുന്നവനുമാണ്. അതിനാൽ തന്നെ കവിതയ്ക്ക് ഒരൊറ്റ അർത്ഥം ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. മീനിങ് റിമൈൻസ് അൺസർട്ടൈൻ. പോസ്റ്റ് സ്ട്രക്ചറലിസം ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് മെനി ഫീൽഡ്സ് ഓഫ് സ്റ്റഡി. ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം, ഈ ഒരു സിദ്ധാന്തം ഒരുപാട് മേഖലകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇറ്റ് ഷേപ്പ് ലിറ്റററി ക്രിറ്റിസിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്, കൾച്ചർ സ്റ്റഡീസ്, ക്യൂർ തിയറി, സൈക്കോഅനാലിസിസ്, ന്യൂ ഹിസ്റ്റോറിസം, ലീഗൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫിലോസഫി. ലിറ്റററി ക്രിറ്റിസിസം, അതായത് സാഹിത്യ വിമർശനം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള സ്റ്റഡീസ്, സാംസ്കാരിക പഠനം, ക്യൂർ തിയറി, സൈക്കോഅനാലിസിസ്, ന്യൂ ഹിസ്റ്റോറിസം, അതുപോലെ ലീഗൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ഫിലോസഫി, തത്വചിന്ത തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ പോസ്റ്റ് സ്ട്രക്ചറലിസം സ്വാധീനിച്ചിട്ടുണ്ട്. Some critics argue that post-structuralism rejects objective truth and encourages endless interpretation. അതായത് ചില വിമർശകർ വാദിക്കുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസം റിജക്റ്റ് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ടുള്ള സത്യം ഇല്ലെന്ന് പറയുന്നത് ചിലർ അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെ ചില ക്രിട്ടിക്സുകൾ, ചില വിമർശകർ അംഗീകരിക്കുന്നില്ല. അതായത് പോസ്റ്റ് സ്ട്രക്ചറലിസം നിരസിക്കുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇല്ല, അതുപോലെ ഒരു എൻഡ്ലെസ് ഇൻ്റർപ്രിട്ടേഷൻ അതിനൊക്കെയാണ് എൻകറേജ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥിരമായിട്ടുള്ള സത്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ചില ക്രിട്ടിക്സുകൾ എതിർക്കുന്നുണ്ട്. അതുപോലെ Cherry Eagleton believed that it ignores social and political realities, while M.H. Abraham criticized it for making interpretation too uncertain. ടെറി ഈഗിൾട്ടൺ ബിലീവ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഇതിന് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നു എന്ന് ടെറി ഈഗിൾട്ടൺ വിമർശിക്കുന്നുണ്ട്. ഡെസ്പൈറ്റ് ദീസ് criticism, post-structuralism remains one of the most influential literary theories. M.H. അബ്രഹാം ഇതുപോലെ പറയുന്നത് സാഹിത്യ വിമർശനം വളരെ അനിശ്ചിതമാകുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലിറ്റററി തിയറിയാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. പോസ്റ്റ് സ്ട്രക്ചറലിസം ട്രാൻസ്ഫോംഡ് ലിറ്റററി സ്റ്റഡീസ് ബൈ റിജക്റ്റിംഗ് ഫിക്സ്ഡ് മീനിങ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത്.
ലിറ്റററി സ്റ്റഡീസ് പോസ്റ്റ് സ്ട്രക്ചറലിസം സാഹിത്യ പഠനത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു സിദ്ധാന്തമാണ്. സ്ഥിരമായിട്ടുള്ള അർത്ഥവും അന്തിമ സത്യവും ഇല്ല എന്നാണ് ഇതിൻ്റെ പ്രധാന ആശയം. മീനിങ് ഇല്ല, ടെക്സ്റ്റിനകത്ത് ഒരു ഫിക്സഡ് മീനിങ് ഇല്ല, അതുപോലെ ഒരു ട്രൂത്ത് ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇറ്റ് ആർഗ്യൂസ് ദ ലാംഗ്വേജ് ഇസ് അൺസ്റ്റേബിൾ, മീനിങ് ഇസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് റീഡേഴ്സ് ആക്റ്റീവ്ലി ക്രിയേറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ്. ഭാഷ അവർ ആർഗ്യൂ ചെയ്യുന്ന, അവർ വാദിക്കുന്ന കാര്യമാണ് ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു, അതിനാൽ ഓരോ വായനക്കാരനും വ്യത്യസ്ത അർത്ഥങ്ങൾ കണ്ടെത്താം. Through the works of Derrida, Foucault, Roland Barthes, Lacan, Kristeva, Sixtus, Irigaray, and Baudrillard, and theory has reshaped the study of literature, culture, language, and society. അതായത് കുറേ തിങ്കേഴ്സിനെ പറഞ്ഞല്ലോ, ജാക്സ് ഡെറിഡ, മിഷേൽ ഫൂക്കോ, റോളൻ ബാത്തസ്, ജാക്ക് ലക്കാൻ, ജൂലിയ ക്രിസ്റ്റേവ, ഹെലൻ സിക്സസ്, ലൂസ് ഇരിഗറെ തുടങ്ങിയുള്ള ചിന്തകരുടെ ആശയങ്ങൾ സാഹിത്യത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. Today, post-structuralism continues to encourage critical thinking, multiple interpretations, and the questioning of accepted truths. ഈ സിദ്ധാന്തം വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനും അധികാരത്തെ ചോദ്യം ചെയ്യാനും ഒരേ ഒരു സത്യത്തെ അംഗീകരിക്കാത്ത പല വ്യാഖ്യാനങ്ങളും കണ്ടെത്താനും ഇന്നും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലിറ്റററി തിയറിയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.